ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സർവീസ് റോഡിന് സ്ഥലം ഇടിച്ചു താഴ്ത്തിയതോടെ വീട്ടിലേക്ക് വഴിയില്ലാതെ പന്തിരാങ്കാവിലെ ഒരു കുടുംബം. പന്തിരാങ്കാവ് കുടൽനടക്കാവ് തെക്കേവളപ്പിൽ ശ്രീധരനാർക്കാണ് സ്വന്തം വീട്ടിലേക്ക് വഴിയില്ലാതായത്. സർവീസ് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന വഴി ഇടിച്ചു താഴ്ത്തിയതാണ് വഴി നഷ്ടപ്പെടുവാൻ കാരണം. ദേശീയപാത വികസനത്തിനായി സ്ഥലം വിട്ടു നൽകി കൂടെ നിന്ന കുടുംബത്തിനാണ് ഇപ്പോൾ വീട്ടിലേക്കുള്ള വഴി നഷ്ടമായത്. പന്തിരാങ്കാവ് കുടൽനടക്കാവ് തെക്കേവളപ്പിൽ ശ്രീധരൻ നായരും കുടുംബവുമാണ് വഴിയില്ലാതെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലായത്. ദേശീയപാതയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന സർവീസ് റോഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് ശ്രീധരൻ നായരുടെ വീട്. വീട്ടിൽ നിന്നും 8 മീറ്റർ മാത്രം അകലത്തിലാണ് സർവീസ് റോഡ്. ഈ ഭാഗമാണ് 15 മീറ്ററോളം ഉയരത്തിൽ ഇടിച്ചു താഴ്ത്തിയത്. പൊളിക്കാൻ തുടങ്ങിയതിപ്പോൾ 2023 ഏപ്രിൽ 14 ഇവർ താഴ്ത്താൻ തുടങ്ങിയത്. അപ്പോഴും ഞങ്ങൾ ഇത് പറഞ്ഞു, ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴിയാണ്, ഇവിടെ തീരെ ഇടിക്കില്ല എന്ന്, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ അവർ പോയിട്ട് പറഞ്ഞു ഇല്ല, ഇത് കുറച്ചേ താത്തുള്ളൂ, നിങ്ങൾക്കൊരു വിധത്തിലും യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങൾക്ക് സുഖകരമായിട്ട് നിങ്ങൾക്ക് ഇന്നലെ വരെ എങ്ങനെ ഉണ്ടായിരുന്നു അതേ സ്ഥിതിയിൽ തന്നെ ആയി എന്നുള്ളതാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങാത്ത, ഇല്ല 2 ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, നാളെ ലീവാണ്, 2 ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വഴിയാവുമെന്ന് പറഞ്ഞിട്ട് എളുപ്പമുള്ള വാഹനങ്ങൾ പുറത്തേക്ക് ഇട്ടോളി പറഞ്ഞു. നാളെ കാർ ഒന്ന് അവിടെ റോഡ് നമ്മൾ കിടക്കുന്നുണ്ട്, ഒന്ന് ഇടവഴി കിടക്കുന്നുണ്ട്. 2023 ആദ്യമായി സർവീസ് റോഡിനായി അല്പം ഭാഗം ഇടിച്ചു താഴ്ത്തിയപ്പോൾ വീട്ടിലെ വാഹനങ്ങൾ വീട്ടിൽ നിന്നും മാറ്റാൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. ദിവസങ്ങൾക്കകം വീട്ടിലേക്കുള്ള വഴിയൊരുക്കാം എന്ന ഉറപ്പും ദേശീയപാത ഉദ്യോഗസ്ഥർ നൽകി. എന്നാൽ വഴി ഒരുക്കിയില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആ ഭാഗം വീണ്ടും ആഴത്തിൽ ഇടിച്ചു താഴ്ത്തുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് റോഡിന് വേണ്ട സ്ഥലം എടുത്തു കഴിഞ്ഞാൽ 3 മീറ്ററോളം സ്ഥലം ബാലൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് സുഖകരമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എങ്ങനെ ചെയ്തോ അതേമാതിരി നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന പറഞ്ഞു. ഇപ്പോൾ ഡ്രെയിനേജിന് അവിടെ കീറിയ സമയത്ത് നോക്കുമ്പോൾ 1 മീറ്റർ പോലും ബാലൻസ് ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെ തവണകളായിട്ട് ഇവർ നമ്മളെ വാക്കുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതുകൊണ്ട് ഇതിന് ഒരു തീരുമാനമാവാതെ എനിക്ക് ഇപ്പം പുറത്തേക്ക് ഇറങ്ങാൻ വഴിയില്ല. അടുത്ത വീട്ടുകാരോട് അനുവാദം ചോദിച്ചാൽ അതിനൊരു പരിധിയുണ്ട്. അവരുടെ ബാത്റൂമിൻ്റെയും ഇതിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. അത് അവർ ഇത് എല്ലാ കാലത്തും നടക്കില്ല എന്നുള്ള രൂപത്തിൽ അവരും ആ രൂപം പെരുമാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ വരും. സർവീസ് റോഡ് ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തൊട്ടടുത്ത 30ഓളം വീടുകൾക്കും വഴിയില്ലാതാകും. അതുകൊണ്ട് തന്നെ സർവീസ് റോഡ് അല്പം ഉയർത്തി ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണം എന്ന ആവശ്യമാണ് ഈ പ്രദേശത്തുനിന്നും ഉയരുന്നത്. രജിത്ത് മാവൂരിനൊപ്പം ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.